വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ആകെ വലഞ്ഞ് കേരള കോൺഗ്രസ്. ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ക്രിസ്ത്യൻ സഭകൾ. കത്തോലിക്ക സഭ മുഖപ്രസംഗം ബിജെപിക്ക് പുത്തൻ ഊർജം. സഭയെയും മുന്നണിയെയും തള്ളാൻ കഴിയാതെ PJ ജോസഫും ജോസ് കെ മാണിയും. അണികൾ ബിജെപിയിലേക്ക് ഒഴുകിപ്പോകുമോ എന്ന ഭയത്തിൽ കേരള കോൺഗ്രസ് നേതൃത്വം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വഖഫ് നിയമ ഭേദഗതി സംസ്ഥാനത്ത് സജീവ ചർച്ചയാവുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗവും ബില്ലിനെ എതിർക്കുമെന്ന് ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ വഖഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തെ ചില ക്രിസ്ത്യൻ സഭകൾ രംഗത്തെത്തിയ സാഹചര്യത്തിൽ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി വിഷയം മാറ്റിയെഴുതിയേക്കും എന്ന നിലയിലാണ് ചർച്ചകൾ. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമാകുമെന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ബില്ലിനെ കുറിച്ച് CPM-നും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്ന തലക്കെട്ടോടെയാണ് ദീപികയിൽ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായ മുഖപ്രസംഗം. വഖഫ് നിയമ ഭേദഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനം എടുക്കാൻ സമയമായി. വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല, കയ്യേറ്റാനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നും മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് മുസ്ലിം സമുദായത്തിലെ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യുമെന്നുമാണ് മുഖപ്രസംഗം അഭിപ്രായപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ മുന്നറിയിപ്പടക്കം പ്രതിസന്ധിയിലാക്കുന്നത് കേരള കോൺഗ്രസ് നേതാക്കളായ PJ ജോസഫിനെയും ജോസ് കെ മാണിയെയുമാണ്. വഖഫ് ഭേദഗതി ബില്ലിൽ കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ സ്വീകരിച്ച നിലപാടാണ് കേരള കോൺഗ്രസ് പാർട്ടികളെ പ്രതിസന്ധിയിലാക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് KCBC പരസ്യമായി കേരളത്തിൽ നിന്നുള്ള MP-മാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ നിലപാട് UDF-ന്റെ ഭാഗമായ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിനെയും ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസ് M-നെയും നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാർ ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന KCBC-യുടെ ആഹ്വാനം ഇതിനോടകം BJP നേതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ KCBC-യെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി. എന്നാൽ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രതികരണത്തിന് കേരള കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒന്നുകിൽ മുന്നണിയുടെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ സഭയുടെ നിലപാടിനൊപ്പം. തിരഞ്ഞെടുപ്പ് കാലം മുന്നിലുള്ളപ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാനാകാത്ത അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ. സഭ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല എന്നതിനാൽ KCBC-യുടെ ആഹ്വാനത്തിൽ ഈ പാർട്ടികൾ എടുക്കുന്ന നിലപാട് ഏറെ പ്രധാനമാണ്. വഖഫ് ബില്ലിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമായ ശേഷം മാത്രമാണ് പ്രതികരണമെന്നാണ് കേരള കോൺഗ്രസ് M ചെയർമാനും രാജ്യസഭാ MP-യുമായ ജോസ് കെ മാണിയുടെ നിലപാട്. സമാനമായ നിലപാടായിരുന്നു വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച കോട്ടയം MP-യും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായ K ഫ്രാൻസിസ് ജോർജ് സ്വീകരിച്ചതും. ബിൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ ഫ്രാൻസിസ് ജോർജ് മുനമ്പത്ത് പോയി പ്രസംഗിച്ചതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. ഇതോടെ നിലപാട് തിരുത്തേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. അതേസമയം ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്ന നിലപാടിലാണ് പാർട്ടികൾ. മുന്നണിയും KCBC-യും വിരുദ്ധ നിലപാടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പല നേതാക്കളും നൽകുന്ന പ്രതികരണം. KCBC-യുടെ നിലപാടിനോട് കേരള കോൺഗ്രസ് നേതാക്കൾക്ക് പൂർണ്ണമായ എതിർപ്പില്ല. എന്നാൽ ഇവർ ഉൾപ്പെടുന്ന മുന്നണികളുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് വെല്ലുവിളിയാണ്. ഇതോടെ
വഖഫ് ബില്ലിൽ ആകെ കുഴഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസുകൾ. ആകെ ആശയക്കുഴപ്പത്തിലാണ് ഈ പാർട്ടികൾ. കത്തോലിക്ക സഭയുടെ മുന്നറിയിപ്പിനെ തള്ളാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. അതേസമയം മുന്നണിയുടെ നിലപാടിനെയും തള്ളാൻ കഴിയില്ല. മറിച്ചൊരു തീരുമാനമെടുത്താൽ BJPയിലേക്ക് അണികളുടെ ഒഴുക്ക് തുടരുന്ന അവസ്ഥ വരുമെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നുമുണ്ട്.